ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള 4 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നതാണ് നമ്മളുടെ ഈ പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PCODയുടെ ലക്ഷണങ്ങൾ ഉള്ളവരും അതുപോലെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും പ്രിമെൻസ്ട്രൽ സിംറ്റംസും ഒക്കെ ഉള്ള ആളുകൾ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇത് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മെഡിക്കേഷൻസും എക്സസൈസും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ അവരെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ള പല ലക്ഷണങ്ങളും ഉണ്ടായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിന് ഒരു അഡീഷണൽ കെയർ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പീരിയഡ്സിന് മാത്രമല്ല പ്രഗ്നൻസിക്കും ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് വഴി ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രമാണ്. ഒരുപാട് ആളുകൾക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വന്നതിന് ശേഷം ലൈറ്റായിട്ട് സ്പോട്ടിംഗ് ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല വ്യത്യാസങ്ങളും കൊണ്ടാണ് പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് 9 months സിംറ്റംസ് ഒക്കെ ഉണ്ടായിട്ടും ബ്ലീഡിംഗ് ചെറുതായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ സമയത്തും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ചെറുതായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് പ്രോപ്പർ ആയിട്ടുള്ള വഴിയിൽ കൂടെ തന്നെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. മറ്റുള്ള ഹോം മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യാതെ കാർഡ് മേടിച്ചിട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഏറ്റവും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ ഏറ്റവും ആദ്യം പറയുന്ന പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു ട്രൈമസ്റ്ററിൽ തന്നെ 10 കിലോയോ അല്ലെങ്കിൽ 5 കിലോയോ കൂടുന്നതല്ല. ചില ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. ചില ആളുകൾ ഡ്രസ്സ് ധരിക്കുന്നത് ഭയങ്കര ഷേപ്പിലായിരിക്കും. അതായത് അവരെ വെച്ചടിച്ചതുപോലുള്ള ഡ്രസ്സുകളായിരിക്കും അവരിടുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെറുതായിട്ടുള്ളൊരു വ്യത്യാസം പോലും ആ ഒരു വണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. ഒറ്റയടിക്ക് 1 കിലോ ഒന്നും കൂടുതലല്ല, പക്ഷേ ചെറുതായിട്ട് ഗ്രാജുവലി നമുക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് അനുഭവപ്പെടും. നമ്മുടെ വയർ അതിനനുസരിച്ച് വളരുകയാണ്, അതുപോലെ നമ്മുടെ ബ്രസ്റ്റും വളർന്നു തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ തോന്നും. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹങ്കർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നോർമലി പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീ 10 to 14 kg വരെ പ്രഗ്നൻസിയുടെ ഒരു ത്രൂ ഔട്ട് ട്രൈമസ്റ്ററിൽ ഗെയിൻ ചെയ്യാറുണ്ട്. പല ആളുകളോടും ഡോക്ടർ വെയിറ്റ് കുറവാകുമ്പോഴേക്കും നിങ്ങൾ വെയിറ്റ് കൂട്ടാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഓൾറെഡി വെയിറ്റ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങളുടെ ഏജും നിങ്ങളുടെ ഹൈറ്റും ഒക്കെ അനുസരിച്ച് ബാലൻസ് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങളുടെ വെയിറ്റ് ആ ഒരു ലിമിറ്റിനകത്തല്ല വരുന്നതെങ്കിൽ അതൊന്ന് നോർമലൈസ് ചെയ്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് ചില ആളുകൾക്ക് പ്രിക്ലാംസിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് മാനേജ്മെൻറ്റ് നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പില്ലായ്മയാണ്. എന്തുമുണ്ടെന്ന് മുമ്പിൽ വെച്ചാലും കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ. ഓൾവേസ് നമുക്ക് വിശപ്പില്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ വയറ് ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. നമ്മൾ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഒരാളൊരു ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അനുഭവപ്പെടുന്നത്. വയർ ഓൾവേസ് ഹെവി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദഹന പ്രക്രിയ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ദഹിച്ച് അങ്ങ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശപ്പ് വന്ന് കാണണമെന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു ഡിലേ വരുമ്പോഴേക്കും നിങ്ങൾക്ക് വയർ എപ്പോഴും ഭയങ്കര ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നും. പച്ചവെള്ളം കുടിച്ചാലും വയറ് നിറഞ്ഞിരിക്കുന്നത് പോലുള്ളൊരു സിറ്റുവേഷനും പല ആളുകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ മീൽസ് സെപ്പറേറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ കഴിക്കാതെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രാവിലെ ഒരു 8 മണിക്ക് കുറച്ച്, 10 മണിയാകുമ്പോൾ കുറച്ച്, ദെൻ 12 മണിക്ക് കുറച്ച്, ദെൻ ഒരു 3 മണിയാകുമ്പോൾ കുറച്ച്, അങ്ങനെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ആ ഒരു ശരീരത്തിലെ എല്ലാ റിക്വയർമെൻറ്റ്സും എനർജി ഒക്കെ റിക്വയർമെൻറ്റ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി വേണമല്ലോ. അതായത് നമുക്ക് ഫുഡ് അത്രയും നമ്മുടെ ശരീരത്തിലോട്ട് എത്തണം. അതിനനുസരിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ വെയിൻസ് വിസിബിൾ ആയി തുടങ്ങുക എന്നുള്ളതാണ്. ഒരുപാട് മെലിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഒരുപാട് ഭയങ്കരമായിട്ട് ഫെയർ ആയിട്ടുള്ള ആളുകൾക്കും അവരുടെ വെയിൻസ് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് അവരുടെ ഞരമ്പ് നമുക്ക് തെളിഞ്ഞ് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക്, ഫെയർ ആണെങ്കിൽ കൂടി തന്നെ അങ്ങനെ വിസിബിൾ അല്ലാത്ത ആളുകൾക്കും ഒരുപാട് സ്ലിം അല്ലാത്ത ആളുകൾക്കും ചിലപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ആ ഒരു സമയം മുതൽക്കേ ചിലപ്പോൾ നിങ്ങൾക്ക് വെയിൻസ് വിസിബിൾ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമുക്കുണ്ടാവുന്നത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗം, നമ്മുടെ വയറിൻ്റെ ഭാഗം, അതുപോലെ നമ്മുടെ ഇന്നർ തൈസിൻ്റെ പോർഷൻ, ഈ
പോർഷനിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വെയിൻസ് വിസിബിൾ ആവുന്നത്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എത്രയാണോ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായത് അതിനേക്കാളും കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഗ്രോയിങ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും കൊടുത്ത് അതിനെ പരിപാലിച്ചു കൊണ്ടുവരണമെങ്കിലും അമ്മയുടെ ഓരോ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ നോർമലി എത്രത്തോളമാണോ ഉണ്ടായത് അതിനേക്കാളും കൂടുതലായിട്ട് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നടന്നു തുടങ്ങണം. അതിൻ്റെ ഭാഗമായിട്ട് വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങും. അതായത് ഒരുപാട് ഫോഴ്സിൽ ബ്ലഡ് സർക്കുലേഷൻ പോകുമ്പോൾ അതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെയിൻസ് ഒക്കെ ഒന്ന് വലുതാവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള ഭാഗത്ത് അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവൻ പോർഷനിലും ചിലപ്പോൾ ചെറുതായിട്ടൊരു വീക്കമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള വേദനയൊക്കെ അനുഭവപ്പെടാം. അതുപോലെ തന്നെ വെയിൻസ് ആണെങ്കിലും ഗ്രീനിഷ് ആയിട്ടുള്ള കളറിലോ അല്ലെങ്കിൽ ബ്ലൂ ചേർന്നിട്ടുള്ള കളറിലോ നിങ്ങൾക്ക് വിസിബിൾ ആവാനായിട്ട് തുടങ്ങും കേട്ടോ. ഏറ്റവും കൂടുതൽ ബ്രസ്റ്റിൻ്റെ പോർഷനിലായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ ബ്രസ്റ്റ് പ്രിപ്പയർ ആകുന്നത് കൊണ്ടാണ് ഈ മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആവുന്നത് കേട്ടോ. അടുത്തൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഡിസ്ചാർജിൻ്റെ കാര്യത്തിലാണ്. പ്രഗ്നൻ്റ് ആകുന്ന പല സ്ത്രീകൾക്കും വജൈനൽ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ട് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകുന്നത് പല പല സ്റ്റേജുകളിലും പലതായിട്ട് നമുക്ക് ഉണ്ടാകും. പീരിയഡ്സിനോട് അടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. ഓവുലേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എഗ് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് കുറേ കൂടി ഡ്രൈ ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. അതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ഹൈക്ക്, ഈസ്ട്രജൻ ഹോർമോൺ, പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്നീ ഹോർമോൺസിൻ്റെ ഹൈക്ക് കൊണ്ടും നിങ്ങളുടെ സർവിക്സിൻ്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നേരത്തെ എത്രയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഡിസ്ചാർജ് വർദ്ധിക്കുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് ഏർലി പ്രഗ്നൻസിയിലെ ലക്ഷണമായിട്ട് ഇത്തരത്തിൽ മോർ ഡിസ്ചാർജ് അനുഭവപ്പെടാറുണ്ട്. അതിനർത്ഥം കുറച്ച് ഡിസ്ചാർജ് ഉള്ളവർ പ്രഗ്നൻ്റ് അല്ല എന്നല്ല. അതുപോലെ ഡ്രൈ ആയിട്ട് പോകുന്നവർ, അതായത് ഡിസ്ചാർജ് ഇല്ലാതെ ഓൾവേസ് നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നവർ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണോ എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഡ്രൈ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഒരുപാട് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അതേ വ്യത്യാസം തന്നെ പല സ്ത്രീകൾക്കും വ്യത്യാസത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഡിസ്ചാർജ് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മോർ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും കേട്ടോ. ഡിസ്ചാർജ് ഇല്ലെങ്കിലും വജൈനൽ ഡിസ്ചാർജ് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് പേര് ചെറുതായിട്ടുള്ളൊരു സ്പോട്ടിംഗ് ഉണ്ടായതിനു ശേഷവും ഒരു 1 day ത്രൂ ഔട്ട് ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷവും സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടിയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിനെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ 4 ലക്ഷണങ്ങളാണ് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം ഒരു 6-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 1-ാം തീയതി ഡേ 1 ആയിട്ട് എടുത്തിട്ട് 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് നിങ്ങൾ കാലണ്ടർ നോക്കി എണ്ണി പറയുക. അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. സൈക്കിൾ ലെങ്ത് അല്ലാതെ ഇതാണ് എൻ്റെ ഡേറ്റ്, ഇത്രയുമാണ് അടുത്ത മാസമായത് അങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്യരുത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. സൈക്കിൾ ലെങ്ത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്നാണ് നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്നതെന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.